റാപ്പർ വേടനെതിരെയുള്ള പുലിപ്പല്ലി കേസിൽ വനം മന്ത്രിക്ക് അന്വേഷണ റിപ്പോർട്ട് നൽകി വനം മേധാവി. വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിച്ചെന്ന് സർക്കാരിന്റെ റിപ്പോർട്ട്. മാധ്യമങ്ങളുമായി വിവരം പങ്കുവച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിശദാംശങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഈ റിപ്പോർട്ടിൽ വനം വകുപ്പ് മേധാവി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? KP റാപ്പർ വേടനെതിരെയുള്ള പുലിപ്പള്ളി കേസിൽ വനമന്ത്രിക്ക് വനം വകുപ്പ് മേധാവി അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥർക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വനം ഉദ്യോഗസ്ഥർ നടത്തിയത് ചട്ടപ്രകാരമുള്ള നടപടികൾ മാത്രമാണെന്നും പോലീസ് ഹാൻഡ് ഓവർ ചെയ്ത കേസായതിനാലാണ് വേടനെ അറസ്റ്റ് ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയതെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളുമായി വിവരം പങ്കുവച്ചതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വീഴ്ചയാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ പ്രതികൂലമായിട്ട് നിലപാടുണ്ടാവാൻ കാരണമായത്. കൂടാതെ തന്നെ ഇത് സർവീസ് ചട്ട അതായത് മാധ്യമങ്ങൾക്ക് നൽകിയ വിവരങ്ങൾ സർവീസ് ചട്ട ലംഘനമെന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും വനമന്ത്രി ഇതിലൊരു നിലപാട് സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ ഈ പോലീസുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വേടനെതിരെ നടപടി എടുക്കേണ്ടി വന്നതെന്നും. ഇവിടെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ വനം മന്ത്രിയുടെ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ അസ്വാരസ്യമുണ്ട്. കാരണം വനമന്ത്രി ആദ്യം സ്വീകരിച്ച നിലപാടല്ല പിന്നീട് CPM നിലപാട് കടുപ്പിച്ചത് സ്വീകരിച്ചത്. ആദ്യം സ്വീകരിച്ച നിലപാട് മാറ്റിപ്പറയും, വേടന് സംരക്ഷണം നൽകും എന്നുള്ള നിലപാടടക്കം സ്വീകരിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ വനംവകുപ്പ് മേധാവി ഉദ്യോഗസ്ഥരെ പഴിചാരുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്, അതേസമയത്ത് തന്നെ ചില സ്ഥലങ്ങളിൽ ന്യായീകരിക്കുന്നുമുണ്ട്. ഇത് എത്രത്തോളം പ്രസക്തമാണ്? KP CPM-ൽ വിപരീത നിലപാടുണ്ടായതിനു ശേഷമാണ് വനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രതികരണം ഉണ്ടാകുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഒരു അതൃപ്തി രൂപപ്പെടുന്നതും ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണം വനമന്ത്രി പ്രഖ്യാപിക്കുന്നതും. ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് സമ്മതിക്കുന്നുണ്ട്. അതായത് മാധ്യമങ്ങൾക്ക് നൽകിയ വിവരങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് സമ്മതിക്കുമ്പോഴും പോലീസ് നൽകിയ ചട്ടപ്രകാരം കേസെടുക്കുക, അതായത് പോലീസ് നൽകിയ വിവരപ്രകാരം കേസെടുക്കുമ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത് പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വേടനെ കൈമാറിയത് കൊണ്ട് മാത്രമാണ്. അതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടത്തിൽ 60, 62, 63 എന്നിവ ഉദ്യോഗസ്ഥർ ലംഘിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ വനമന്ത്രി തുടർ നടപടികൾ സ്വീകരിക്കുക. റിപ്പോർട്ട് വിശദമായിട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും റാപ്പർ വേടനെതിരെ ഉണ്ടായിട്ടുള്ള റാപ്പർ വേടനെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് 2 രീതിയിൽ വനമന്ത്രി പ്രതികരണങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഇത്തരത്തിൽ ഈ പുലിപ്പല്ലി കൈവശം വെക്കുന്നത് തെറ്റാണെന്നും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും 7 വർഷം വരെ നിയമപ്രകാരമായിട്ടുള്ള തടവിലേക്ക് വെക്കാമെന്നുള്ള തരത്തിൽ വനമന്ത്രി പ്രതികരണം നൽകിയപ്പോൾ പിന്നീട് ഈ CPM-ന്റെ നിലപാട് വരുന്ന സമയത്താണ് ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം വരുന്നത്. അതിലാണ് ഒരുപക്ഷെ ഈ വനം ഉദ്യോഗസ്ഥർക്കിടയിൽ ഇത്തരത്തിലൊരു അതൃപ്തി പ്രകടമാകുകയും ഒരു ഭിന്നത പ്രകടമാകുകയൊക്കെ ചെയ്തത്. അത് ഒരു റിപ്പോർട്ട് വരുമ്പോഴും ഈ ഉദ്യോഗസ്ഥർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് വനം മേധാവി ഇപ്പോൾ മന്ത്രിക്ക് കൈമാറിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ വിശദമായിട്ടുള്ള നടപടി ഉണ്ടാകും. കാരണം ഈ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത കൂടുതൽ. KP ടിൻഡു ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.